നഗരത്തിലെ പ്രമുഖ സോഫ്റ്റ്വെയർ കമ്പനിയിലെ ജനറൽ മാനേജരായിരുന്നു അവിവാഹിതനായ ആ യുവാവ്. കമ്പനിയിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവും ലീഡർഷിപ്പ് ക്വാളിറ്റിയും എപ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയായിരുന്നു. കമ്പനിയിലെ ബെസ്റ്റ് പെർഫോമർ അവാർഡ് എല്ലാ മാസവും നേടുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ കാര്യമായിരുന്നില്ല. കാരണം അത്രമേൽ ആത്മാർത്ഥതയോടുകൂടിയായിരുന്നു അദ്ദേഹം ഓരോ പ്രോജക്റ്റുകളും കൈകാര്യം ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ സന്തുഷ്ടനായ കമ്പനി ഡയറക്ടർ ഒരു വലിയ യോഗത്തിൽ വെച്ച് ബെസ്റ്റ് പെർഫോമർ അവാർഡും ഒരു ആഡംബര കാറിന്റെ താക്കോലും അദ്ദേഹത്തിന് കൈമാറി. എന്നിട്ട് രഹസ്യമായി പറഞ്ഞു, കമ്പനിയുടെ പുതിയ വിദേശ ബ്രാഞ്ചിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ഞാൻ താങ്കളെയാണ് മനസ്സിൽ കാണുന്നത്. ഈ ക്വാർട്ടറിലെ ടാർഗറ്റ് കൂടി കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞാൽ ആ കസേര ഇനി നിങ്ങളുടേതായിരിക്കും. ഒപ്പം ഈ കാറും നിങ്ങളുടെ സ്വന്തമാകും. അതുവരെ കണ്ട സ്വപ്നങ്ങളുടെ പൂർത്തീകരണമായ യുവാവ് അതിനെ കണ്ടു. പിന്നീട് അദ്ദേഹം ഓഫീസിൽ തന്നെ ജീവിക്കാൻ തുടങ്ങി. വിദേശ ക്ലയന്റുകളുടെ സമയത്തിനനുസരിച്ച് രാത്രി മുഴുവൻ നീണ്ട മീറ്റിംഗുകൾ, പകൽ സമയത്ത് ടീം മാനേജ്മെന്റിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, ഉറക്കവും ഭക്ഷണവും കൃത്യസമയത്ത് ഇല്ലാതായി. ഇതിനിടെയുണ്ടായ കടുത്ത രക്തസമ്മർദ്ദവും നെഞ്ചിലെ അസ്വസ്ഥതകളും വരാനിരിക്കുന്ന വലിയ പദവിയെ ഓർത്ത് അയാൾ അവഗണിച്ചു. ഡയറക്ടർ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആ വിദേശ പ്രോജക്റ്റിന്റെ അവസാന ഡെഡ്ലൈൻ ദിവസം വിജയകരമായി ടാർഗറ്റ് പൂർത്തീകരിച്ചതിന്റെ മെയിൽ ഡയറക്ടർക്ക് അയച്ചതിന്റെ തൊട്ടു പിന്നാലെ യുവാവ് തന്റെ ക്യാബിനിലെ കസേരയിൽ നിന്ന് തളർന്നു വീണു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഠിനമായ മാനസിക സംഘർഷം മൂലമുണ്ടായ ഹൃദയാഘാതമായിരുന്നു കാരണം. തൊട്ടടുത്ത ദിവസം കമ്പനിയിൽ അനുശോചന യോഗം ചേർന്നു. ഡയറക്ടർ മൺമറഞ്ഞ ജനറൽ മാനേജറുടെ പ്രവർത്തനത്തെ വാനോളം പുകഴ്ത്തി സംസാരിച്ചു. എന്നാൽ ആ ആഴ്ച തീരുന്നതിന് മുമ്പ് തന്നെ യുവാവിന്റെ കയ്യിൽ നിന്നും തിരികെ വാങ്ങിയ ആഡംബര കാറിന്റെ താക്കോൽ കമ്പനിയിൽ പുതുതായി ചാർജ് എടുത്ത ജനറൽ മാനേജർക്ക് സമ്മാനിച്ചുകൊണ്ട് ഡയറക്ടർ പ്രശംസിക്കാൻ തുടങ്ങി. ഇനി ഈ കമ്പനിയുടെ നെടുംതൂൺ നിങ്ങളാണ്. ഈ കഥ നൽകുന്ന ചില ശക്തമായ സന്ദേശങ്ങളുണ്ട്. ഉന്നത പദവികളിൽ ഇരിക്കുന്നവർക്ക് നൽകുന്ന വലിയ സമ്മാനങ്ങളും പദവികളും പലപ്പോഴും അവരുടെ കഴിവിനെ പരമാവധി ചൂഷണം ചെയ്യാനുള്ള തന്ത്രങ്ങൾ മാത്രമായിരിക്കും. കോർപ്പറേറ്റ് കമ്പനികൾക്ക് എപ്പോഴും ആവശ്യം അവരുടെ ലാഭവും കമ്പനിയുടെ വളർച്ചയും മാത്രമാണ്. നമ്മൾ വീണുപോയാൽ മിനിറ്റുകൾക്കകം ആ കസാരയിൽ മറ്റൊരാളെ ഇരുത്തും. നികത്താനാകാത്ത വിടവ് എന്നത് ഔദ്യോഗിക ഇമെയിലിലെ വെറും അലങ്കാര വാക്കുകൾ മാത്രമായിരിക്കും. സ്വന്തം ആരോഗ്യം, സമാധാനം, കുടുംബം എന്നിവയേക്കാൾ വലുതല്ല ഒരു പദവിയും. മറ്റൊരാളുടെ ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടി സ്വയം ഹോമിക്കപ്പെടരുത്. ഓർക്കുക, നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. ജോലി ചെയ്യാൻ വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത്. ശ്വാസം നിലച്ചാൽ ഉടനടി പുതിയൊരാൾ ചാർജ് എടുക്കും. അതിനാൽ സ്വന്തം സുസ്ഥിതി സംരക്ഷിക്കേണ്ടത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്.